ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോണത് പനീർ ബട്ടർ മസാലയാണ്. അതിനായിട്ട് ഞാനൊരു 200 ഗ്രാം പനീർ, 2 സവാള, 2 തക്കാളി, 2 പച്ചമുളക് ഇത്ര സാധനങ്ങൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് തക്കാളി ഒന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിഡ് ജാറിലേക്ക് തക്കാളി കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് കൊടുക്കുക. രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കാം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് മെൽറ്റ് ആവണ വരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. നെയ്യ് മെൽറ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ബേ ലീഫ്, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു ഏലക്ക, 2-3 ഗ്രാമ്പൂ, ഒരു തക്കോലം, ശകലം പെരുംജീരകം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കണം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. കുതിർത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട് ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ച് എടുക്കണം. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കസൂറി മേത്തി കൂടി ചേർത്ത് കൊടുക്കണം. അടച്ചു വെച്ച് 2 സെക്കൻഡ് നേരത്തേക്ക് വേവിക്കാം. ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 3 ബോൾ ബട്ടർ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ട് അതിലേക്ക് പനീർ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 1 ടീസ്പൂൺ കസൂറി മേത്തി ഇട്ട് കൊടുക്കണം. ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മല്ലിയില അരിഞ്ഞത് കൂടി ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡിയായി. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്